എല്ലാവർക്കും നമസ്കാരം. ഇന്ന് BJP തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യം മുതൽ എവിടെയൊക്കെ തിരുവനന്തപുരം നഗരസഭയിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ തീവെട്ടിക്കൊള്ളയാണ് ഈ നഗരസഭ നടത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏകദേശം 20,000 കോടി രൂപയുടെ കരാറുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പാണ് ഈ നഗരസഭ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു മേഖലയും കൂടി ആണ് ഇന്ന് തെളിവുകൾ സഹിതം ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് തിരുവനന്തപുരം നഗരസഭ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന നിലയിൽ ഇവിടെ നടപ്പാക്കിയ ഫൈബർ ടു ഹോം എന്ന് പറയുന്ന പദ്ധതിയാണ്. റിലയൻസ് ജിയോയും ആയി ചേർന്ന് തിരുവനന്തപുരം നഗരത്തിൽ ജിയോയുടെ ഫൈബറുകൾ പോൾ ഇട്ടിട്ട് ജിയോയുടെ ഫൈബർ തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ എത്തിക്കുകയും അതിനുവേണ്ടി പോൾ ഇടുന്ന സമയത്ത് അവിടുത്തെ റോഡ് വെട്ടി മാറ്റുന്ന സമയത്ത് അതിനുവേണ്ടി അടയ്ക്കേണ്ട തുക, അതോടൊപ്പം തന്നെ ഓരോ പോളും ഇടുന്ന സമയത്ത് നഗരസഭയ്ക്ക് കിട്ടേണ്ട അതിൻ്റെ വാടക, ഈ 2 കാര്യങ്ങളിൽ നഗരസഭ കാണിച്ച കൃത്രിമം, അതിൽ കാണിച്ച വെട്ടിപ്പ്, ഇതാണ് ഇന്നത്തെ വിഷയം. ഈ ഫൈബർ ടു ഹോം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരം എടുത്തിട്ടുള്ള ഫയലുകളാണ് ഇത്. ഈ ഫയലിൽ ആദ്യത്തെ ഫയലിൽ തന്നെ അന്നത്തെ മേയർ 2020 ഫെബ്രുവരി 25 തിരുവനന്തപുരം മേയറായിരുന്ന ശ്രീകുമാർ സ്വന്തം കൈപ്പടയിൽ ഫയലിൽ എഴുതിയ കുറിപ്പാണിത്. ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു, കമ്പനി പറയുന്നത് പ്രകാരമുള്ള പണം സ്വീകരിച്ച് അവർക്ക് പണി ചെയ്യാൻ അനുവദിക്കുക എന്നാണ് അന്ന് മേയറായിരുന്ന സഖാവ് ശ്രീകുമാർ സ്വന്തം കൈപ്പടയിൽ ഈ ഫയലിൽ എഴുതിയിരിക്കുന്നത്. അത് പ്രകാരം അതിൻ്റെ കാരണം, അങ്ങനെ എഴുതാനൊരു കാരണമുണ്ട്. ആ കാരണമെന്ന് പറയുന്നത്, ഈ പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് റോഡ് പഴയ രീതിയിലേക്ക് ആക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭ ഈ റിലയൻസിൻ്റെ കയ്യിൽ നിന്ന്, ജിയോയുടെ കയ്യിൽ നിന്ന് ഈടാക്കണമെന്ന് പറഞ്ഞത് 28,80,17,266 രൂപയാണ്. അപ്പോൾ 28,80,00,000 പരം വരുന്ന രൂപ റിലയൻസ് മുൻകൂർ അടച്ചാൽ മാത്രമേ റിലയൻസിന് അവരുടെ പോസ്റ്റ് ഇടാൻ അനുവദിക്കാവൂ എന്ന തിരുവനന്തപുരം നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവ്, LSGDയുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള മാനദണ്ഡങ്ങൾ, ഇത് രണ്ടും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മുടെ മേയർ ശ്രീകുമാർ ഇങ്ങനെ ഒപ്പിട്ടിരിക്കുന്നത്. ഇത് ഒപ്പിടാൻ കാരണം 28 കോടി റിലയൻസ് പറയുന്നു, ഞങ്ങൾ 28 കോടി അടയ്ക്കില്ല. ഞങ്ങളുടെ കണക്ക് പ്രകാരം 11,34,97,215 രൂപയാണ് ഞങ്ങളുടെ കണക്ക് പ്രകാരം കോർപ്പറേഷന് അടയ്ക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഈ പണം അടച്ചിട്ട് ഞങ്ങൾക്ക് റോഡ് കുഴിക്കാൻ അനുവാദം തരണം, ഞങ്ങളുടെ പോസ്റ്റുകളിടാൻ അനുവാദം തരണം എന്നതായിരുന്നു റിലയൻസിൻ്റെ ആവശ്യം. കോർപ്പറേഷൻ്റെ ആവശ്യം 28,80,00,000. അപ്പോൾ കോർപ്പറേഷൻ്റെ മേയർ നോട്ട് എഴുതിയിരിക്കുന്നത് കമ്പനി പറയുന്ന, അതായത് റിലയൻസ് മുതലാളി പറയുന്ന, റിലയൻസ് കമ്പനി പറയുന്ന പണം സ്വീകരിച്ചുകൊണ്ട് അനുവദിക്കുക എന്ന് മേയർ എഴുതി വച്ചിരിക്കുന്നത് കോർപ്പറേഷനെ സഹായിക്കാനാണോ അതോ
റിലയൻസിനെ സഹായിക്കാനാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതുപ്രകാരം മാത്രം തിരുവനന്തപുരം നഗരസഭയ്ക്ക് നഷ്ടമായിരിക്കുന്നത് 17,45,20,051 പൈസയാണ്. ഈ ഒരൊറ്റ ഉത്തരവ് പ്രകാരം നഷ്ടമായിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ഫയല് ഇതിൻ്റെ തുക പൂർണ്ണമായിട്ടും അടച്ചാലേ റിലയൻസിനെ പോസ്റ്റ് ഇടാൻ അനുവദിക്കാവൂ എന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഉത്തരവാണ്. ആ ഉത്തരവ് മറികടന്നുകൊണ്ട് അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മേയർ 11 കോടി രൂപ അടപ്പിച്ചിട്ട് അനുവാദം കൊടുത്തത്. അതിനുശേഷം ഈ പൈസ ഈടാക്കിയെടുക്കുന്നതിന് വേണ്ടി ചില ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് അയച്ചു, ഒരു ഡിമാൻഡ് നോട്ടീസ് അയച്ചു. പക്ഷെ ഡിമാൻഡ് നോട്ടീസ് അയച്ചപ്പോൾ ആ ഡിമാൻഡ് നോട്ടീസ് വച്ച് റിലയൻസ് ട്രിബ്യൂണലിൽ കേസിന് പോയി. ഇതെല്ലാം മാച്ച് ഫിക്സിംഗ് ആണ്. ഇതെല്ലാം പരസ്പരം ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ഡിമാൻഡ് നോട്ടീസ് അയച്ചു, പൈസ ഈടാക്കിയില്ല, അതിനുവേണ്ടിയുള്ള നടപടികളൊന്നും എടുത്തില്ല, അവർക്ക് ചെയ്യേണ്ടതെല്ലാം അനുവദിച്ചു. അതിനുശേഷം ഒരു ഡിമാൻഡ് നോട്ടീസ് അയച്ചു. ആ ഡിമാൻഡ് നോട്ടീസ് വച്ച് ഈ റിലയൻസ് ട്രിബ്യൂണലിൽ LSGD ട്രിബ്യൂണലിൽ കേസുമായിട്ട് പോയി. ആ കേസുമായിട്ട് പോയ സമയത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെൻറ്റ് യഥാർത്ഥത്തിൽ കോർപ്പറേഷനും റിലയൻസ് കമ്പനിയുമായിട്ടുള്ള യഥാർത്ഥ ഡോക്യുമെൻ്റ് അല്ല LSGDയിൽ പ്രൊഡ്യൂസ് ചെയ്തത്. അത് പ്രൊഡ്യൂസ് ചെയ്യാതെ ഈ പോൾ ഇടുമ്പോൾ അതിൻ്റെ റെൻറ്റിനെ സംബന്ധിച്ച് ഉള്ള ഡോക്യുമെൻ്റാണ് LSGD ട്രിബ്യൂണലിൽ റിലയൻസ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിന് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷനാണ് എതിർകക്ഷി. കോർപ്പറേഷൻ്റെ വക്കീൽ ചെയ്യേണ്ടത് ഇതല്ല എഗ്രിമെൻറ്റ്, വേറൊരു എഗ്രിമെൻ്റ് ഉണ്ട്, അത് 42/2020 എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് പ്രകാരം റിലയൻസ് 28 കോടി രൂപ 8,80,00,000 രൂപ അടയ്ക്കേണ്ടതാണ്, അവർ അടയ്ക്കാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് ഈ 4 വർഷമായിട്ട്, ഈ കേസ് തുടങ്ങി ഈ 3 വർഷമായിട്ട് ഇതുവരെ ട്രിബ്യൂണലിൽ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒളിപ്പിച്ചു വച്ചിട്ടാണ് റിലയൻസ് ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്തത് എന്നുള്ള വിവരവും ഇതുവരെ കോർപ്പറേഷൻ്റെ വക്കീലോ കോർപ്പറേഷൻ അധികൃതരോ ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ഇത് ഒത്തുകളിയാണ്. റിലയൻസും CPM-ഉം കോർപ്പറേഷനിലെ മേയറും അതുപോലെ തന്നെ അവിടുത്തെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഡെപ്യൂട്ടി മേയറും എല്ലാവരും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഒത്തുകളിയുടെ ഭാഗമായി കോർപ്പറേഷന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ എഗ്രിമെൻ്റ് പ്രകാരം തന്നെ 17,45,00,000 രൂപ കോർപ്പറേഷന് നഷ്ടപ്പെട്ടു. ഇതുകൂടാതെ ഈ പോൾ റെൻ്റ് ഉണ്ട്. ഒരു പോൾ ഇടുന്നതിന് ഏകദേശം 35,000-ഓളം പോളുകളാണ് ഈ കോർപ്പറേഷൻ്റെ എല്ലാ ഭാഗത്തും ഇട്ടിരിക്കുന്നത്. ഈ പോൾ റെൻ്റ് പ്രകാരം 11,25,66,000 രൂപ നഗരസഭയ്ക്ക് 2024 സെപ്റ്റംബർ വരെ കിട്ടണമായിരുന്നു. 2024 സെപ്റ്റംബർ വരെ 11,25,66,000 രൂപ നഗരസഭയ്ക്ക് കിട്ടണമായിരുന്നു. ആ പൈസ കിട്ടിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന 17,45,00,000 കിട്ടിയിട്ടില്ല. മാത്രമല്ല, ഞാൻ 2024 സെപ്റ്റംബർ 9 വരെയുള്ള കണക്കാണ് 11,25,00,000 പറഞ്ഞത് പോൾ റെൻറ്റ്. അതിനുശേഷമുള്ള ഒരു വർഷം, ഇപ്പോൾ 2025 ഡിസംബറാണ്, ഇതിന് ശേഷമുള്ള ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 കോടി രൂപ കിട്ടണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 32 കോടി രൂപ റിലയൻസിന് ലാഭമുണ്ടാക്കി കൊടുത്ത ഉത്തരവിലാണ് സഖാവ് ശ്രീകുമാർ, അന്നത്തെ മേയറായിരുന്ന സഖാവ് ശ്രീകുമാർ ഉത്തരവിട്ടിരിക്കുന്നത്. 32 കോടി രൂപ റിലയൻസിന് ലാഭമുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സഖാവ് ശ്രീകുമാറിനും CPM-ൻ്റെ നേതാക്കന്മാർക്കും
അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ നേതാക്കന്മാർക്ക് എത്ര കോടി കിട്ടി എന്നറിയാൻ തിരുവനന്തപുരം ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ അതിനെ ഉത്തരം പറയാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ തയ്യാറായില്ലോ. മുഖ്യമന്ത്രിയോട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നു, റിലയൻസിൻ്റെ അംബാനിയും നിങ്ങളുടെ സഖാക്കന്മാരും തമ്മിൽ ഉണ്ടാക്കിയ ഈ പരസ്പര ധാരണയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ടായ നഷ്ടം 32 കോടി രൂപയാണ്. ആ 32 കോടി രൂപയ്ക്ക് നഷ്ടം വരുത്തിയ ഈ സഖാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാണോ? ആ സഖാവിനെയാണ് തിരുവനന്തപുരത്ത് ഇന്നും മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന CPMലെ ഒരാൾ. ആ സഖാവാണ്, പഴയ മേയറായിട്ടുള്ള ഈ സഖാവാണ്. മാത്രമല്ല, ഈ ഡീലിൽ ഇവിടെ അടുത്ത് മേയറാകാൻ വേണ്ടി ഷർട്ടൊക്കെ ധരിച്ച് മത്സരിക്കുന്ന ഒരു നേതാവും ഈ ഡീലിലുണ്ട് എന്ന് BJP ശക്തമായിട്ട് ആരോപിക്കുകയാണ്. ഏകദേശം 4-5 കോടി രൂപ ഇതിൻ്റെ പേരിൽ റിലയൻസിൻ്റെ കയ്യിൽ നിന്ന് CPM നേതാക്കന്മാർ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 32 കോടി രൂപ തിരുവനന്തപുരം നഗരസഭയ്ക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ഇത് ഈ കൂട്ടരിൽ നിന്ന് ഈടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഇത് തിരുവനന്തപുരത്തിനോട് കാണിച്ച മറ്റൊരു ചതിയാണ്, വഞ്ചനയാണ്. മാലിന്യം മുതൽ ഫൈബർ കേബിൾ വരെയുള്ള ഏത് കാര്യത്തിൽ തൊട്ടാലും കൊള്ള മാത്രം നടത്തിയ ഒരു ഭരണകൂടമാണ് തിരുവനന്തപുരം ഭരണകൂടം. അതിൻ്റെ അവസാനത്തെ തെളിവാണ് ഇത്. അവസാനത്തെ തെളിവാണ് ഇതെന്ന് പറയുമ്പോൾ നാളെ ഇലക്ഷനാണ്, നാളെ കഴിഞ്ഞാൽ ഇലക്ഷനാണ്. ഞങ്ങൾക്ക് ഇനി നാളെ കഴിഞ്ഞ് വീണ്ടും തെളിവുകളുമായിട്ട് നാളെ വരാൻ പറ്റില്ല. പക്ഷേ തെളിവുകൾ ഇപ്പോൾ വന്നിട്ടുള്ളതിൻ്റെ അവസാനത്തെ തെളിവാണിത്. ഇനിയും ആയിരക്കണക്കിന് കോടി രൂപയുടെ തെളിവുകളുമായിട്ട് BJP തുടർന്നും വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഈ അഴിമതി, സമ്പൂർണ്ണ അഴിമതിവൽക്കരിക്കപ്പെട്ട ഈ CPMൻ്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം നഗരസഭയെ ചവിട്ടി പുറത്താക്കാതിരുന്നാൽ തിരുവനന്തപുരം നശിച്ചു പോകും, തിരുവനന്തപുരത്തെ നശിപ്പിക്കും. അതുകൊണ്ട് ഈ അഴിമതി ഭരണകൂടത്തിനെതിരായി ഇവിടുത്തെ ജനങ്ങൾ വിധി എഴുതണമെന്നാണ് രേഖകൾ സഹിതം ഭാരതീയ ജനതാ പാർട്ടി പ്രബുദ്ധരായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളോട് പറയുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്, രേഖകൾ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് വീഡിയോയിൽ കാണും. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. CPM ഭരണസമിതിയുടെ ഒത്താശയോടെ നടക്കുന്ന കൊള്ളകളുടെ പരമ്പരയിലേക്ക് ഇതാ വമ്പനൊരു തട്ടിപ്പ് കൂടി. റിലയൻസ് ജിയോയുടെ ഫൈബർ ടു ഹോം പദ്ധതിയുടെ മറവിൽ CPM നടത്തിയത് കോടികളുടെ കൈക്കൂലി ഇടപാടുകളാണ്, അഴിമതിയാണ്. 2020 ഫെബ്രുവരി 25 കമ്പനി നിശ്ചയിക്കുന്ന തുകയടച്ച് പണി തുടങ്ങാമെന്ന ആവശ്യം റിലയൻസ് മുന്നോട്ട് വയ്ക്കുന്നു. LSD എഞ്ചിനീയർമാരെ നോക്കുകുത്തിയാക്കി അന്നത്തെ മേയർ ശ്രീകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകി. കമ്പനി പറയുന്ന തുക അഡ്വാൻസ് വാങ്ങി പണി തുടങ്ങിക്കോളും. ആ ഒറ്റ ഉത്തരവാണ് ഈ കൊള്ളയ്ക്ക് തുടക്കം. അഴിമതിയുടെ കണക്കുകൾ എട്ടിക്കുന്നതാണ്. പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനും റോഡുകൾ കുടിക്കുന്നതിനുമായി റിലയൻസ് നൽകിയ എസ്റ്റിമേറ്റ് വെറും 11,34 ലക്ഷം രൂപ. എന്നാൽ LSD എഞ്ചിനീയർമാരുടെ പരിശോധനയിൽ ഇതിന് വേണ്ടത് 28,80 ലക്ഷം രൂപയാണ്. കരാർ പ്രകാരം 17,45 ലക്ഷം രൂപ കൂടി റിലയൻസ് കോർപ്പറേഷനിൽ അടയ്ക്കാനുണ്ട്. ഇത് തിരിച്ചു പിടിക്കുവാൻ പേരിനൊരു നോട്ടീസ് അയച്ചതല്ലാതെ കോർപ്പറേഷൻ ഒന്നും ചെയ്തില്ല. കോടതിയെ പോലും ഇവർ കബളിപ്പിച്ചു. അധിക തുക ഈടാക്കുവാനുള്ള കരാർ വ്യവസ്ഥ മറച്ചുവെച്ച് കോർപ്പറേഷൻ വക്കീലിനെ കൊണ്ട് മൗനം പാലിപ്പിച്ച് റിലയൻസിന് അനുകൂലമായ ഒത്തുകളി നടത്തി. ഇതിലൂടെ 2024 വരെ ലഭിക്കേണ്ട 1,12 ലക്ഷത്തിന്റെ ഓൾ മടങ്ങി GST കോർപ്പറേഷന് നഷ്ടമായി. ഓഡിറ്റിംഗിന് പോലും ഫയലുകൾ നൽകിയില്ല. ആകെ 30 കോടിയിലധികം രൂപയുടെ റവന്യൂ നഷ്ടമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കുണ്ടായത്. ഇതിന് കൂലിയായി അന്നത്തെ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഉദ്യോഗസ്ഥർക്കുമായി ലഭിച്ചത് 4 കോടിയോളം രൂപയുടെ കൈക്കൂലിയാണ്. ഇതിലെ ഇടനിലക്കാരൻ ഇന്ന് CPMന്റെ സ്ഥാനാർത്ഥിയാണ് എന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ മേയർ, അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അതുപോലെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ തുടങ്ങിയ ആൾക്കാർക്ക് ഇതിൽ നേരിട്ട് ഈ കൈക്കൂലിയിൽ ബന്ധമുണ്ട്. അത് അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇതുകൊണ്ട് ഒരു വലിയ അപകടം ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്
ഈ പോളുകൾ മുഴുവൻ അപകടമാണ്, മനുഷ്യജീവന് അപകടമാണ് എന്ന് പറഞ്ഞ് ഈ LSGDക്ക് കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് പ്രകാരം വേണ്ട നടപടിയെടുക്കാതെ അതും റിലയൻസുമായിട്ട് ഒത്തുകളിച്ച് നടപടിയെടുക്കാതെ പൂഴ്ത്തിവെക്കുകയാണ്. നമുക്കറിയാം, പല മാധ്യമങ്ങളിലും ചർച്ച വന്നിട്ടുണ്ട്, പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. പലയിടത്തും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു, പോസ്റ്റിൽ തൊടുന്ന സമയത്ത് ഈ പൈപ്പിൽ തൊടുന്ന സമയത്ത് ഷോക്കടിച്ചു, പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ മനുഷ്യജീവന് പോലും അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കരാറിലാണ് CPM ഇത്രയും കോടികളുടെ അഴിമതി നടത്തിയിട്ട് റിലയൻസുമായിട്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് അതീവ ഗൗരവത്തിലെടുക്കണം എന്നുള്ളതാണ് BJPയുടെ അഭിപ്രായം. ഈ അഴിമതി ഭരണകൂടത്തെ തൂത്തെറിയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനതയോട് BJPക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനെ സംബന്ധിച്ച് നീ ചോദിക്കാനുണ്ടോ? ഇന്നലെയും മെനിഞ്ഞാന്നുമായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ എതിരായിട്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇവിടെ പുറപ്പെടുവിച്ച ഒരു അഴിമതി ആരോപണത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇവിടെ മാലിന്യം മുതൽ ദൈവത്തിൻ്റെ സ്വത്ത് വരെ കൊള്ളയടിക്കുന്ന അദ്ദേഹം നേതൃത്വം നൽകുന്ന CPMൻ്റെ ഭരണകൂടത്തെക്കുറിച്ചോ CPMനെ കുറിച്ചോ ഒന്നും പറയാനില്ലാത്ത മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണം നടത്താനാണ് ശ്രമിച്ചത്. അത് ദൗർഭാഗ്യകരമാണ്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, രാജീവ് ചന്ദ്രശേഖർ ഊരിപ്പിടിച്ച വാളുമായിട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയല്ല. രാജീവ് ചന്ദ്രശേഖർ വിജ്ഞാനത്തിൻ്റെയും മികവിൻ്റെയും പ്രതീകമായിട്ടുള്ള ടെക്നോക്രാറ്റ് എന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ്. ഇന്നിൻ്റെ കേരളത്തിനും നാളെയുടെ കേരളത്തിനും ഊരിപ്പിടിച്ച വാളല്ല ഇനി വേണ്ടത് എന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കുണ്ടാകാത്തത് സ്വാഭാവികമാണ്. പക്ഷേ ഈ കേരളത്തിലെ ജനതയ്ക്കറിയാം, ഇനി കേരളത്തിൽ വേണ്ടത് ഊരിപ്പിടിച്ച വാളല്ല, വിജ്ഞാനവും അതോടൊപ്പം തന്നെ മികവും നേതൃശേഷിയും ഒക്കെയുള്ള രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ള വ്യക്തികളാണ് വേണ്ടതെന്ന് കേരളത്തിനറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും അത് ബോധ്യമാകും എന്നാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2020 അഡ്വാൻസായിട്ട് വാങ്ങാൻ പറഞ്ഞ തുക അങ്ങനെ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു പൈപ്പ് കണക്ഷൻ എടുക്കാൻ അടുത്ത റോഡൊന്ന് കുഴിക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു സാധാരണ തിരുവനന്തപുരത്തുകാരനോട് മേയർ അങ്ങനെ എഴുതി കൊടുക്കുമോ? അയാളെ ഇന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് അയാൾ കുഴിച്ചോട്ടെ എന്ന് എഴുതി കൊടുക്കുമോ? റിലയൻസിൻ്റെ മുതലാളിക്ക് മാത്രം എന്താ ഈ കൺസെഷൻ? LSGയുടെ നിയമം അഡ്വാൻസ് വാങ്ങിയിട്ട് കുഴിക്കാൻ അനുവദിക്കുന്നില്ല. കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ തുകയും ഒടുക്കിയതിന് ശേഷം മാത്രമേ കുഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫയലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ LSGയുടെ നിയമം അനുവദിക്കാത്തത് കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഫയലിൽ മുഴുവൻ തുകയും ഈടാക്കിയതിന് ശേഷം മാത്രമേ പോസ്റ്റ് ഇടാൻ അനുവദിക്കാവൂ എന്ന് പറഞ്ഞതിൽ എന്തിനാണ് ശ്രീകുമാർ അഡ്വാൻസ് തുക ഒടുക്കിയിട്ട് അനുവദിച്ചോളാൻ ഉത്തരവിട്ടത്? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പോയിന്റ് നമ്പർ 1. ഇനി 2020 ഫെബ്രുവരി 25 ഇങ്ങനെ ഒരു ഉത്തരവിട്ടിട്ട് ഇന്ന് 2025 ഡിസംബർ മാസം 7 ആകുമ്പോഴും ഈ തുക അടച്ചിട്ടില്ല. ഈ 5 വർഷത്തിനുള്ളിൽ ഈ തുക അടച്ചിട്ടില്ല. മാത്രമല്ല, ഈ തുക മാത്രമല്ല, ആ പോസ്റ്റ് ഇട്ടതിൻ്റെ റെൻറ്റ് പോലും അടച്ചിട്ടില്ല. അത് 11 കോടി രൂപയുണ്ട്. അപ്പോൾ ഈ ഉത്തരവ് പ്രകാരം ഈ തുകയും അടച്ചിട്ടില്ല. ഈ തുകയുടെ അടിസ്ഥാനത്തിൽ പോസ്റ്റിട്ട 35,000 പോസ്റ്റിട്ടതിൻ്റെ റെൻറ്റും അടച്ചിട്ടില്ല. അങ്ങനെ 32 കോടി രൂപയുടെ നഷ്ടം വരുത്തിയിരിക്കുകയാണ് ഈ ഒരൊറ്റ എഴുത്തുകൊണ്ട്, നിയമവിരുദ്ധമായി ഈ ഒരൊറ്റ എഴുത്തുകൊണ്ട്. അതാണ് ഇവിടുത്തെ വിഷയം. മാത്രമല്ല, ഈ റിലയൻസ് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ തിരുവനന്തപുരം നഗരവാസികളുടെ ജീവൻ അപകടകരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ വെച്ച്
ഈ അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം നഗരസഭ.